ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോയോടെ പ്രചാരണ രംഗത്ത് സജീവമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ വരവിനെ ആർഭാടമായാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തലസ്ഥാനത്ത് വിജയം ഉറപ്പാണെന്നും കേന്ദ്ര സർക്കാർ പദ്ധതികൾ മണ്ഡലത്തിൽ കൂടുതൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി തലസ്ഥാനത്തെത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഹർഷാരവത്തോടെയും പൂമാലയണിഞ്ഞും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷും ചേർന്ന് സ്വീകരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം മുതൽ തൈക്കാട് BJP ജില്ലാ ആസ്ഥാനം വരെ റോഡ് ഷോ. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇരുചക്രവാഹനത്തിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. രാജീവ് ചന്ദ്രശേഖരനെ കാണാനെത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാരും ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തലസ്ഥാനത്ത് വിജയം ഉറപ്പാണെന്നും പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി തലസ്ഥാന ജില്ലയിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മോദിജി ഗ്യാരണ്ടി ചെയ്യുന്നത് നമ്മുടെ നാടില് വികസനം എന്ന് പറഞ്ഞത് ഒരു നല്ല സ്പീഡിൽ വികസനിക്കും. നമ്മൾ 10 കൊല്ലത്തിൽ കണ്ട ഇന്ത്യയിൽ കണ്ട മാതിരി അതെ നമുക്ക് ഈ 10 കൊല്ലത്തിൽ ഇന്ത്യയിലുള്ള വികസനം നമ്മുടെ നാട് കേരളം തിരുവനന്തപുരത്ത് അത് വന്നിട്ടില്ല. അതുമാതിരി തന്നെ നമ്മളിപ്പോൾ 10 കൊല്ലം നമ്മൾ ഇന്ത്യയിൽ കണ്ട മാതിരി ആ ഒരു ടൈപ്പിന്റെ ഒരു ഡെവലപ്മെന്റ് മോഡലാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത്, കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ തുടർച്ചയായി പ്രചാരണ രംഗത്ത് സജീവമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇതോടെ ശക്തമായ ഒരു ത്രികോണ മത്സരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉറപ്പായി. ജനം, തിരുവനന്തപുരം.